അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട SKSM പ്രവർത്തകന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിന്റെ ഇൽമിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും ഖുർആനിക പഠനവും എന്തിന് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അപമാനിക്കപ്പെടാതെ അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കണം എന്ന സദുദ്ദേശത്തോടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പഠനവും ഇതുപോലെയുള്ള ഖുർആനിക സംഗമങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. കാരണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, റബ്ബ് നിശ്ചയിച്ച മരണം അതേത് നിമിഷവും നമ്മളെ തേടിയെത്തും. ലോകത്തൊരാൾക്കും തടയാനോ പ്രതിരോധിക്കാനോ സാധ്യമല്ലാത്ത നിലക്ക് പല കുടുംബത്തിലും പലരുടെയും ജീവിതത്തിലും ആ മരണം പല രൂപത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം സ്വന്തം നാടിന്റെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു മരണം സംഭവിക്കുകയുണ്ടായി. പറക്കമുറ്റാത്ത 3 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു ഉമ്മ ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോ കുടുംബക്കാര് ചിലര് കൂട്ടി പരിശോധനക്കായി കൊണ്ടുപോയി. പരിശോധിച്ച ഡോക്ടർമാര് 3-4 ബ്ലഡിന്റെ ടെസ്റ്റ് എടുത്ത് ചെയ്യുകയും അതൊരു വലിയ അസുഖമാണെന്ന് പറയുകയും ചെയ്തതോടുകൂടി
ഏകദേശം 16 വർഷത്തോളം പ്രവാസ ലോകത്ത് ജോലി ചെയ്തിരുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെ പരിപാലിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വിമാനം കയറി. നാട്ടിലെത്തിയതിനു ശേഷം തുടർ ചികിത്സക്ക് വേണ്ടി തന്റെ പെണ്ണിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ട് ആശുപത്രിയിൽ ചില ടെസ്റ്റുകൾക്കും ചില മരുന്നുകൾക്കും വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, റോഡിന്റെ മറുഭാഗത്തുള്ള ഷോപ്പിൽ ചെന്ന് ഞാൻ നിനക്ക് വെള്ളം വാങ്ങിക്കൊണ്ടുതരാം. റോഡ് മുറിച്ച് കടന്ന് വെള്ളം വാങ്ങി തിരിച്ചു റോഡ് മുറിച്ച് കടക്കുമ്പോഴേക്കും ചീറിപ്പാഞ്ഞു വന്ന ഒരു വാഹനം ആ ചെറുപ്പക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാവുകയും ചെയ്തപ്പോ ഇന്നും ആ മരണം കണ്ട് സങ്കടത്തോടുകൂടി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് പടച്ച റബ്ബേ ഇങ്ങനെയൊക്കെ നീ മരിപ്പിക്കുന്നത് എന്ന. പക്ഷെ ആർക്കൊക്കെ വേദനയുണ്ടെങ്കിലും ആരൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ആ മരണം നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാ മുൻഗാമികളിൽപ്പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പാടിയിട്ടുണ്ട്, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ആദമിന്റെ മക്കളെ, നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് കരയുന്നവനായിക്കൊണ്ടാ. ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും, ഡോക്ടർമാര് വെപ്രാളപ്പെടും, കുടുംബക്കാരൊക്കെ വല്ലാതെ പ്രയാസപ്പെടും. അങ്ങനെ ഒരു ജനിക്കപ്പെട്ട കരയുന്നവനായി ജനിക്കപ്പെട്ട അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾക്ക് എന്തേ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചിരിച്ചവരാ. നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ കുടുംബക്കാരും നിന്റെ ബന്ധുക്കളും ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജനിച്ച അന്ന് അവർക്ക് നടുവിൽ കരയുമ്പോ നിന്റെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിന്റെ കുടുംബക്കാര്. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. ചുറ്റുഭാഗത്തും ആളുകൾ കൂടിയിരുന്ന് കരയുമ്പോ, നിന്നെ ഓർത്ത് ഓരോരുത്തരും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുമ്പോ, നീ ചെയ്ത ഓരോ കാര്യങ്ങളും ആലോചിച്ച് കുടുംബക്കാരും ബന്ധുക്കളും സങ്കടപ്പെടുമ്പോ, അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ കിടന്ന് നിന്റെ സൃഷ്ടാവിന്റെ അരികിലേക്ക് പോകേണ്ട ഒരു ദിനം നമ്മളെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. ആ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമായി നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ അരികിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിന്റെ ഖബറും നിന്റെ പരലോകവും രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. തിരിച്ചുള്ള യാത്ര ഏത് നിമിഷവും നിശ്ചയിക്കപ്പെട്ടു. ലോകത്തൊരു ശക്തിക്കും ആ മരണത്തെ തടയാൻ സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് നീയെങ്കിൽ തീർച്ചയായും തിരിച്ചുള്ള യാത്രക്ക് മുൻപ് നിന്റെ ജീവിതത്തിൽ നാളെ സൃഷ്ടാവിന്റെ മുൻപിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കാനുള്ള വകുപ്പ് നീ കണ്ടെത്തണം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ആവർത്തിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. തീർച്ചയായും മനുഷ്യരിൽ ഓരോരുത്തർക്കും അവർ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും നാളെ റബ്ബിന്റെ അരികിൽ കാണാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നാടും നഗരങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുകയാ. കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകളും അമ്പരപ്പോടുകൂടി ചിന്തിക്കുന്ന കഥകളും മാത്രമേ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാനുള്ളൂ. 19 വയസ്സുകാരൻ മാതാവിന്റെ തലവെട്ടിപ്പൊളിക്കുന്നു. 23 വയസ്സുകാരൻ കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം കൊന്നു തള്ളുന്നു. പ്രാണനെ പോലെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കേണ്ട ഭാര്യമാർ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു. കാമുകിമാർക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലാൻ ഭർത്താക്കന്മാര് തയ്യാറാകുന്നു. ഒരു ഭാഗത്ത് സാംസ്കാരികപരമായും മനുഷ്യന്റെ ജീവിതപരമായും മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന നാണം കെട്ട ജീവിതത്തിലേക്ക് പോകുമ്പോ, മറുഭാഗത്ത് ഇതെല്ലാം തിരുത്തി കൊടുക്കുകയും ഇതല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട
മതപുരോഹിതന്മാര് പോലും ഈ മതത്തെ വാണിജ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇല്ലാത്ത കെട്ടുകഥകളും മായാവിക്കഥകളും മനുഷ്യന്റെ ചിന്തകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇല്ലാത്ത കള്ളക്കറാമത്ത് കഥകളുമായി ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ പലരും അന്ധകാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. അപസ്മാരം ബാധിച്ച പെൺകുട്ടിക്ക് ചികിത്സ പാടില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു. മന്ത്രിച്ചൂതിയ ഏലസിന്റെ മുൻപിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് പോലും ആ മതത്തിന്റെ ശരിയായ വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ പലരും തയ്യാറാവുന്നില്ല. 9 മാസം ഗർഭം ധരിച്ച പെണ്ണ് വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ വെച്ച് ജീവിതത്തോട് മല്ലടിച്ച് പ്രസവിച്ചപ്പോ മരിച്ചുപോയ കുഞ്ഞിനെയും മരണപ്പെട്ടു പോയ തന്റെ ഭാര്യയുടെയും പൊക്കിൾക്കൊടി വേർപ്പെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് മനസ്സാക്ഷി കുത്തില്ലാതെ തന്റെ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുന്ന പുരോഹിത വർഗത്തിലേക്കാണ് ഇന്ന് പലരും മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മരണപ്പെട്ടവർ മുരീദന്മാരാണെങ്കിൽ, ഇന്ന ശൈഖിന്റെ മുരീദന്മാരാണെങ്കിൽ അവർക്കൊന്നും മരണമില്ലെന്ന് പഠിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് മലപ്പുറം ജില്ലയിൽ മരിച്ച ഭർത്താവിന്റെ മയ്യത്ത് 3 മാസം ഒരു പെൺകുട്ടി ചാക്കിൽ പൊതിഞ്ഞ് കാത്തുവെച്ചു. എന്തിന്റെ പേരിൽ? ആത്മാവ് തിരിച്ചു വരുമെന്നും ആത്മാവിന് തിരിച്ച് ജീവിതത്തിൽ ശരീരത്തിൽ കയറാൻ പറ്റുമെന്നും ചില പുരോഹിതന്മാര് പഠിപ്പിച്ചതിന്റെ പേരിൽ. അവിടെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, സമൂഹത്തിനിടയിൽ കുടുംബങ്ങൾക്കിടയിൽ മതപരമായ എന്തെങ്കിലും പ്രയാസത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഏതെങ്കിലും ആളുകൾ വിശദീകരിക്കുന്ന വിശദീകരണത്തിലേക്ക് മാത്രമല്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദു ഇലല്ലാഹി വറസൂൽ, അഖിലാണ്ട മണ്ഡലങ്ങൾ അണിയിച്ചൊരുക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവുകളെയും ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കുള്ളിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും ഭൂമിക്കടിയിലുള്ള മണ്ണിരകളെയും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ സൃഷ്ടാവിലേക്ക്, ആ സൃഷ്ടാവ് അറിയിച്ചു തന്ന വെളിച്ചത്തിലേക്ക് നിനക്കെന്നു മടങ്ങാൻ സാധിക്കുന്നോ ഈ സമൂഹം രക്ഷപ്പെടും, ഈ ജനത രക്ഷപ്പെടും. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. സങ്കടങ്ങളോ പരീക്ഷണങ്ങളോ ദുഃഖങ്ങളോ വേദനകളോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കില്ലാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴി, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ. വാനലോകത്ത് അല്ലാഹു തആല നിശ്ചയിച്ച ജിബ്രീല് ഈ ലോകത്തിന് ഓതിക്കൊടുത്ത, ലോകത്തിന്റെ പ്രവാചകനിലൂടെ ഈ മനുഷ്യരാശിക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലേക്ക്, റബ്ബിന്റെ വചനത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. ആ മടക്കമാണ് എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ വിജയം, മുസ്ലിം സമൂഹത്തിന്റെ പാത. അതറിയണമെങ്കിൽ ആദ്യം 1400 വർഷങ്ങൾക്ക് മുൻപുള്ള മക്കയിലെ ജനതയെക്കുറിച്ചറിയണം. ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ആ കാലഘട്ടം ഒരു ജാഹിലിയ കാലഘട്ടമായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. കള്ളുകുടിക്കണം, പെണ്ണ് പിടിക്കണം, പരസ്പരം യുദ്ധം ചെയ്യണം. ആ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കൽ ചെന്ന് ആ കബറിന്റെ മേലെ കുമ്മായമിട്ട് ആളുടെ അരഭാഗം ഉയരത്തിൽ കബറുകൾ കെട്ടിപ്പൊക്കി ആ കബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നവരായിരുന്നു അന്ന് മക്കയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. ആരാ ലാത്ത എന്ന ചോദ്യത്തിന് അവര് കൊടുത്ത മറുപടി, മക്കയിലെ പുണ്യപുരുഷൻ, ആളുകൾക്ക് സേവനം ചെയ്തവൻ. അതുകൊണ്ട് തന്നെ ലാത്ത മരണപ്പെട്ടപ്പോ മക്കയിലെ ചില പ്രമാണിമാർ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. നമ്മൾക്കിടയിൽ പേരുകെട്ടൊരു പ്രമാണിയായതുകൊണ്ട് ലാത്തയുടെ കബറ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അത് ജനങ്ങൾ അറിയണം. അതിനെന്തു വേണം? അത് മറ്റുള്ള കബറുകളെക്കാൾ ഒരൽപ്പം പൊന്തിച്ചു വെക്കണം. ദിവസങ്ങൾക്കുള്ളിൽ ആ പൊന്തിച്ചു നിർമ്മിയ കബറിന്റെ അരികിൽ ചെന്ന് വീണ്ടും അവർ ജനങ്ങളോട് പറഞ്ഞു, ആ കബർ അങ്ങനെ പൊന്തിച്ച് ഉയർത്തി നിർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ കബറൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ കബറിങ്കലേക്ക് ചിലർ വരണം. അതുകൊണ്ട് യാത്ര പോകുന്നവരെ നിങ്ങൾ ലാത്തന്റെ കബറിങ്കൽ വന്ന് ലാത്തയോട് സഹായം ചോദിക്കണം. ലാത്തേ, ഞങ്ങളെ യാത്ര എളുപ്പമാക്കി തരണം. ലാത്തേ, മരുഭൂമിയിലൂടെ യാത്ര ഞങ്ങൾക്ക് സുഗമമാക്കി തരണം. അങ്ങനെ ലാത്തയുടെ കബറിങ്കൽ വന്ന്
പ്രാർത്ഥനകളും സുജൂദുകളും ചെയ്ത് യാത്രക്ക് വേണ്ടി ആ ഖബറിങ്കൽ വന്ന് തേടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. പരസ്പരം കൊല്ലണം, ഇതായിരുന്നു അവരുടെ ആ കാലഘട്ടത്തിലെ ലക്ഷ്യം. ഒരൊട്ടകമെങ്ങാനും വേലിക്കപ്പുറത്ത് നിന്ന് മറുഭാഗത്തുള്ള എലത്തുന്നതിന്റെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം പരസ്പരം യുദ്ധം നടത്തി കൊന്നൊടുക്കപ്പെട്ടവന്റെ കൈയും കൊന്നൊടുക്കപ്പെട്ടവന്റെ കാലും മരത്തിൽ പിടിച്ച് കെട്ടിത്തൂക്കിയിട്ട് കൊന്ന അടയാളത്തിന്റെയും അളവിന്റെയും പേരിൽ അഭിമാനം നടിച്ചിരുന്ന 1400 വർഷങ്ങൾക്ക് മുൻപുള്ള മക്കയിലെ ജനത മൂക്കുകുടിയന്മാരായി മൂക്കറ്റം കള്ളുകുടിച്ച് ആ കള്ളിന്റെ തുള്ളിയെങ്ങാനും ഭൂമിയിലേക്ക് ഉറ്റി വീഴുമ്പോ ആ ഉറ്റി വീണ കള്ളിന്റെ ഭാഗത്തൊരു വരച്ച് ഞങ്ങൾക്ക് കള്ളാകാൻ പറ്റിയില്ലല്ലോ, കള്ളായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ആ കള്ളു കുടിച്ച് മരിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന അങ്ങേയറ്റം മദ്യത്തിനടിമപ്പെട്ടിരുന്ന മക്കയിലെ ഒരു ജനത ഓരോ വീട്ടിലെ കള്ളിന്റെ വീപ്പയുമായിരുന്നു അന്നവരുടെ ഗോത്രത്തിന്റെ മഹിമ. മൂക്കൂട്ട കള്ളുകുടിച്ച് 4 കാലുകളിൽ മക്കയിലെ തെരുവുകളിലൂടെ എയഞ്ഞു നീങ്ങുന്ന ആളുകളെ പറ്റി ജാഹിലിയ കാലഘട്ടത്തിലെ ചരിത്രത്തിലുണ്ട്. ഓരോ രാത്രിയും ഓരോ പെണ്ണിനെ തേടി അവർ പുറപ്പെടും. ഓരോ വീട്ടിന്റെ മുൻപിലും ഓരോ തവണ അവർ ബോർഡ് വെക്കും, എനിക്ക് ഇന്നത്തെ രാത്രിയേക്ക് മാത്രം ഒരു പെണ്ണിനെ ആവശ്യമുണ്ടെന്ന്. കുടുംബപരമായി, വിശ്വാസപരമായി, സാംസ്കാരികപരമായി അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിൽ കടന്ന് ജീവിതത്തിന്റെ അർത്ഥമോ ലക്ഷ്യമോ തിരിച്ചറിയാൻ പറ്റാതെ ലോകത്തിന്റെ സിട്ടാവിൽ പങ്കുചേർത്ത് മൃഗങ്ങൾക്ക് തുല്യമായി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. നിയോഗിക്കപ്പെട്ട കാലഘട്ടം മുതൽക്ക് ആ ഉമ്മത്തിനെ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമായിരിക്കണം. ആ റബ്ബിനോട് മാത്രമേ നിങ്ങൾ സഹായം ചോദിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ സുജൂദുകളും നേർച്ചകളും ആ സൃഷ്ടാവിന്റെ മുൻപിൽ മാത്രമേ നിങ്ങൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞതിന്റെ പേരിലായിരുന്നു മക്കക്കാർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരെ തിരിഞ്ഞത്. അവർക്കവർ വേണ്ടാതായത് അൽ അമീൻ എന്ന് വിളിച്ച നാവുകൊണ്ട് ഭ്രാന്തനെന്നും മജ്നൂനെന്നും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരാക്ഷേപിക്കാനുള്ള കാരണം മക്കയിലെ സമ്പത്ത് മോഷ്ടിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും വ്യക്തികളോട് തോന്നിവാസം കാണിച്ചതിന്റെ പേരിലല്ല, ഒരൊറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വ അമ്പിയാക്കളും തന്റെ ഉമ്മത്തിനോട് പറഞ്ഞ ആ വാക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞതിന്റെ പേരിലാ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ ജനതക്കേറെ ആക്ഷേപിക്കപ്പെട്ടവനായി മാറിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നാ ലോകത്തിന്റെ തിരുദൂതൻ തിരുത്തിയതാ മക്കയിലെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളിലൂടെ ആ ഉമ്മത്തിനെ ലോകത്തേറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ ഹബീബിന് സാധിച്ചത് വിശുദ്ധ ഖുർആൻ കൊണ്ടായിരുന്നു. ഖുർആനിക വചനങ്ങൾ ഓതിക്കൊടുത്ത് ആ ആയത്തുകൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ ജനത മാറിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഉമ്മത്തിനോട് തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഇന്നും നമുക്ക് പ്രസക്തമാ. അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്തുണ്ടായ ഒരു ചരിത്രമുണ്ട്. റബിയുൽ അവ്വൽ 12-ന് വഫാത്താകുന്ന രംഗം. ശരീരമാസകലം ചൂടുബാധിച്ച് ഈത്തപ്പന ഓലയിൽ കിടന്നു വറകൊള്ളുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടിയിലേക്ക് അടുത്ത് കിടത്തി. അങ്ങേയറ്റം സങ്കടത്തോടെ വറകൊള്ളുന്ന തിരുദൂതന്റെ ശരീരത്തിൽ 7 തോൽപാത്രം വെള്ളം സഹാബത്ത് കൊണ്ട് ചോദിച്ചു. എന്നിട്ടും ചൂടിന് കുറവില്ലെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഹബീബായ നബി തങ്ങളുടെ മുഖത്തേക്ക് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. കയ്യിലുള്ള ഒരു തോർത്തുമുണ്ട് മുഖത്തേക്കിടുകയും മുഖത്തുനിന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് തിരുദൂതരെ, എന്താണ് ഹബീബേ, ഇന്ന് വരെ കാണാത്തൊരു വേദന നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ടല്ലോ. അന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞ വാക്കിങ്ങനെയാ, ആയിഷ ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണം അതെന്റെ അടുത്തെത്തിയിട്ടുണ്ട് ആയിഷ. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. മരണം എന്നെ കൊണ്ടുപോകാൻ പുറപ്പെട്ടു വന്നിട്ടുണ്ട് ആയിഷ.
ആ വാക്ക് കേട്ട ഉടനെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ബോധം കെട്ടു വീണു. ആ ബോധം തെളിഞ്ഞ ഉടനെ വീണ്ടും ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഉപദേശം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്തിനാണ് റബ്ബ് അവരെ ശപിച്ചത്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ ആ മരണപ്പെട്ട അമ്പിയാക്കളുടെയും ആ പുണ്യ പുരുഷന്മാരുടെയും കബറുകൾക്ക് മേലെ മസ്ജിദുകൾ ഉണ്ടാക്കി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ആ കബറാളികളോട് പ്രാർത്ഥിക്കുകയും കബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ആ ജനതയെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഉമ്മത്തായ തന്റെ ജനങ്ങളോട് തിരുദൂതൻ കൊടുക്കുന്നൊരു വസിയത്തുണ്ട്. സ്വഹാബാക്കളെ, ലാ തജ്അൽ കബരി വസനൻ യുഅബദ്, ഞാനാണ് മരിക്കുന്നതെങ്കിൽ പോലും ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഞാനാണ് മരണപ്പെടുന്നതെങ്കിൽ പോലും ലാ തജ്അൽ കബരി വസനൻ യുഅബദ്, എന്റെ കബറിനെ നിങ്ങൾ ആഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത്. എന്റെ കബറിനെ നിങ്ങൾ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുത്. എന്റെ കബറിങ്കൽ വരാനോ, എന്റെ കബറുകൾ കെട്ടിപ്പൊക്കാനോ, എന്റെ കബറിൽ കുമ്മായമിടാനോ, എന്റെ കബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാനോ, എന്റെ കബറിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ പാടില്ല സഹാബത്തെ. ആയിഷ അവരോട് പറയണേ, ആയിഷ ലാ തജ്അൽ ഖബരി ഈദാ, ഒരിക്കലും എന്റെ കബറിനെ ആഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത് എന്ന് അവരോട് പറയണേ ആയിഷ. ഈ വസിയത്ത് കൊടുത്ത് വഫാത്തായ ലോകത്തിന്റെ പ്രവാചകനേക്കാൾ ഈ ലോകത്തെ ആരാ ശ്രേഷ്ഠൻ? മരിച്ചു കിടക്കുന്ന ഏതൊരു ശൈഖിനേക്കാളും, മരിച്ചു കിടക്കുന്ന ഏതൊരു മനുഷ്യനേക്കാളും ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കബറിനെ ആരാധിക്കരുതെന്നും, എന്റെ കബറിങ്കൽ വന്ന് പ്രാർത്ഥിക്കരുതെന്നും, എന്റെ കബറിങ്കൽ വന്ന് സഹായം ചോദിക്കരുതെന്നും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും ആ ലോകത്തിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു ജാറത്തിങ്കലും പോകല്ലേ, ഒരു മക്ബറയിലും പോകല്ലേ, ഒരു മരിച്ചവന്റെ അരികിലും ചെന്ന് പ്രാർത്ഥിക്കല്ലേ. കാരണം മക്കയിലെ ജനങ്ങൾ ഈ ചോദ്യം ചോദിച്ച സമയത്ത് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുത്തൊരു വാക്കുണ്ട്, സഅലക ഇബാദി അന്നി വഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. റസൂലേ, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ടെന്ന് പറയണം. അല്ലാഹു ഒരിക്കലും മനുഷ്യനെ കാണാത്തവനല്ല. ആർത്തലച്ചു വരുന്ന തിരമാലകളിലെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. വിജനമായ മരുഭൂമിയിൽ അങ്ങേയറ്റം സൂക്കേട് ബാധിച്ച് നാട്ടുകാരൊറ്റപ്പെടുത്തിയപ്പോ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് അന്നീ മസ്സനി അൽളുറു വഅൻത അർഹമുർ റഹീമീൻ, കാരുണ്യവാനായ നാഥ, നീ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്നായിരുന്നു. ബദറിന്റെ രണാങ്കണത്തിൽ 314 സഹാബത്തിനെയും കൂട്ടി കട്ടിൽ വിറ്റ് കിട്ടിയ പൊട്ടിയ ആയുധവുമായി ബദറിന്റെ മണൽത്തരികളിൽ ചെന്ന് 900 ശത്രു സൈന്യത്തെ കൺമുൻപിൽ കണ്ടിട്ടും ലോകത്തിന്റെ ഹബീബായ നബി തങ്ങള് കാൽമുട്ടുകൾ മണലിലേക്ക് ഊന്നി വാനലോകത്തേക്ക് കയ്യുയർത്തി പ്രാർത്ഥിച്ചത്, എന്റെ റബ്ബേ, മുൻകാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഏതെങ്കിലും അമ്പിയാക്കളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് എന്നെ സഹായിക്കണമേ എന്നല്ല, മറിച്ചൊരേ ഒരു വാക്ക്, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തഅബദു ഫിൽ അർളി അബദാ. റബ്ബേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ജനതയെ നീ എങ്ങാനും നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത ഈ ഭൂലോകത്തുണ്ടാവില്ല റബ്ബേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അതേ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയാണ് മുസ്ലിമിന്റെ പാത. ആ മുസ്ലിമിന്റെ പാതയിൽ നിന്ന് ജാറത്തിങ്കിലേക്ക് ക്ഷണിച്ചാൽ ആർജവത്തോടെ പറയാൻ പറ്റണം, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിന്റെ അനുയായികളാണ് ഞങ്ങളെങ്കിൽ ഒരു ജാറത്തിങ്കിലേക്കും ഞങ്ങളില്ല, ഒരു മക്ബറയിലേക്കും പ്രാർത്ഥിക്കാൻ ഞങ്ങളില്ല, ഒരു ശൈഖിന്റെ കറാമത്ത് കൊണ്ടും ഞങ്ങളെ സൂക്കേട് ഞങ്ങൾക്ക് മാറ്റേണ്ടതില്ല. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ മാനമുട്ട പത്തിയാളുന്ന തീക്കുണ്ടാരത്തിനെ മുന്നിൽ കണ്ട് അന്ന് ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയാൻ ഈ മുസ്ലിം ഉമ്മത്തിന് സാധിക്കുമ്പോൾ മാത്രമേ ഈ ഉമ്മത്ത് എക്കാലഘട്ടത്തിലും രക്ഷപ്പെടുകയുള്ളൂ. ഇനി പോട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊരിക്കലും ഒരാളെയും
കക്ഷിത്വത്തിലേക്ക് ചേർക്കാനുള്ള വർത്തമാനമല്ല. ഈ മംഗലാപുരം ടൗണിൽ റോഡരികിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവന്റെ രക്തം വാർന്നൊലിക്കുന്ന സമയത്ത് അവന്റെ ജാതി നമ്മൾ നോക്കാറില്ല, അവന്റെ നിറം നമ്മൾ നോക്കാറില്ല. ഒരേ ഒരു ലക്ഷ്യം, അവനെ രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്തണം എന്ന മനസ്സ് മാത്രമേ എക്കാലഘട്ടത്തിലും ഈ മുസ്ലിം ഉമ്മത്തിനോട് നമുക്കുള്ളൂ. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് അറിവില്ലായ്മ കൊണ്ട് ചിലർ കൊണ്ടുപോകുമ്പോ അരുതേ എന്ന് പറയാൻ നമ്മളെയുള്ളൂ. അതറിയിച്ചു കൊടുക്കണം. ഈ കൗമിനെ പയപ്പിക്കുന്നവർക്ക് മുൻപിൽ, ഈ കൗമിനെ ജഹാലത്തിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് മുൻപിൽ വിശുദ്ധ ഖുർആനിലെ ഒരായത്തോതിയിട്ട് നമുക്ക് പറയാൻ പറ്റണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അല്ലാഹു മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത ആ സിട്ടാവിലേക്ക്, ആ റബ്ബിലേക്ക് ജാതീയതയില്ലാത്ത, വർണ്ണവെറിയില്ലാത്ത, വർഗവെറിയില്ലാത്ത വെളുത്ത അബ്ദുറഹ്മാൻ ഔഫിനെയും കറുത്ത ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെയും ഒരുപോലെ കാണാൻ പഠിപ്പിച്ച ആ റബ്ബിന്റെ വാക്കുകളിലേക്ക് മേൽജാതി കീഴ്ജാതി വ്യത്യാസമില്ലാത്ത, ഉന്നതനും പദവിയുള്ളവനും കീഴ്ജാതിയും പദവിയില്ലാത്തവനും എന്ന് പരിഗണിക്കാത്ത സൃഷ്ടാവിന്റെ മുൻപിലേക്ക് ഏകനായി അവനെ മാത്രം അംഗീകരിച്ച് നമുക്ക് പോകാൻ സാധിക്കണം. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ. തന്റെ തിരിച്ചറിവിലേക്ക് മനസ്സ് കൊടുക്കുന്ന ഏതൊരാൾക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വാക്ക്, ഒരു ചരിത്രം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മക്കയിൽ നിന്നും കൊടിയ പീഡനം കൊണ്ട് മദീനയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഹിജ്റ പോയി. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചും മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു വിജയത്തിന്റെ വരവുണ്ട്. മക്കയിലെ ശത്രുക്കൾ ഓരോരുത്തരും പ്രതികാരം കാത്തിരിക്കുന്ന സമയം, ഓരോരുത്തരും ഭയപ്പാടോടെ മക്കയിൽ കാത്തിരിക്കുമ്പോ തന്റെ 100 കണക്കിന് അനുയായികളുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കാലുകുത്തി. മക്കയിൽ കാലുകുത്തുന്ന ഉടനെ ഏതൊരു മനുഷ്യനും അറിയാനുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ആദ്യത്തെ ഭരണപരിഷ്കാരം എന്നായിരുന്നു. ആ ഭരണപരിഷ്കാരം അറിയാൻ വേണ്ടി മുഴുവൻ സഹാബാക്കളും കാത്തു നിൽക്കുമ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു മൺവെട്ടിയും ഇരുമ്പിന്റെ പാരയും മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ കൊടുത്തൊരു ഉപദേശമുണ്ട്. മോനെ അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന മുഴുവൻ കവറുകളും നീ അടിച്ചു നിരപ്പാക്കണം. ഒരു കവറ് പോലും നീ വിട്ടേക്കരുതേ അലി. അതാരുടേതെന്ന് പറഞ്ഞാൽ ശരിയും, നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന കുമ്മായമിട്ട കെട്ടിപ്പൊക്കിയ സർവ കബറുകളും നീ അടിച്ചു നിരപ്പാക്കണേ അലി എന്ന് അന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വാക്കുകൊടുത്തപ്പോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടിച്ചു നിരപ്പാക്കിയതാ ഇവർ കെട്ടിപ്പൊക്കിയിരുന്ന പല കബറുകളും. ഇന്നും സൗദി അറേബ്യയിലേക്ക് ചെല്ലുന്ന, ഉംറ നിർവഹിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും നല്ല ഔലിയാക്കൾ, ഉഹ്ദീങ്ങൾ, ബദരീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഖൈബറീങ്ങൾ, പ്രവാചകന്റെ കരളിന്റെ കഷണങ്ങളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉറക്കം നഷ്ടപ്പെടുമാറ് റസൂലുള്ളാഹിനെ കുടുകുടെ കരയിപ്പിച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന ലോകത്തെ ഏറ്റവും നല്ല ഉമ്മ, ഈ പരന്നു കിടക്കുന്ന മക്കയിലെ ഏതെങ്കിലും ഒരു കബറ് കെട്ടിപ്പൊക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അത് പാടില്ലെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അലി റളിയല്ലാഹു അൻഹു അന്ന് തച്ചുടച്ച കബറിന് ശേഷം ഒരു കബറ് പോലും ആ സൗദി അറേബ്യയുടെ മണ്ണിൽ പൊന്തിയിട്ടില്ലെങ്കിൽ എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത്, അതുകൊണ്ട് ഉമ്മത്തെ അള്ളാഹുവിനോട് മാത്രം നിന്റെ ബദരീങ്ങളെ പാടില്ല. ബദരീങ്ങൾ തൗഹീദിന് വേണ്ടി പടപൊരുതിയവരാ. ഹുദീങ്ങളെ അവര് തൗഹീദിന് വേണ്ടി പടപൊരുതിയവരാ. ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരോടും അള്ളാഹു പറഞ്ഞത് ഒരേ ഒരു വാക്കാ, ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. എന്നോട് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും റസൂലേ. ആ ചരിത്രത്തിലേക്ക് മക്കയിലെ ജനത മാറിയപ്പോഴായിരുന്നു മക്കക്കാര് സമാധാനത്തിലേക്ക് എത്തിയത്, അവര് ശാന്തരായത്, അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് അവരെത്തിയത്. ആ തൗഹീദി വിശ്വാസത്തിലേക്ക് അവർക്ക് മനസ്സെത്തിക്കാൻ സാധിച്ച സന്ദർഭത്തിലാണ്.
അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും മറക്കാനാവാത്തൊരു ചരിത്രമുണ്ട്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒരു കാലഘട്ടത്തിൽ ലാത്തയുടെ ഖബറിന് വേണ്ടി മത്സരിച്ചിരുന്ന മക്കയിലെ ജനത തിരുദൂതന്റെ പിന്നാലെ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ട ചരിത്രം. ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ പെട്ടെന്ന് ശത്രുഭാഗത്തു നിന്നും ആക്രമണമുണ്ടാകുമ്പോ പിന്തിരിഞ്ഞോടുകയല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും പിന്നീട് പ്രത്യേകിച്ച് മാർഗല്ലായിരുന്നു. അതുവരെ കൂടെ ഓടിയ തിരുദൂതനെ പെട്ടെന്ന് കാണാതായപ്പോ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തിരിഞ്ഞ് തിരിച്ച് ഉഹദിലേക്ക് തന്നെ ഓടും. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ തെരയുന്നതിനിടയിൽ ഉഹദിന്റെ തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിൽ വീണ് മുൻവശത്തുള്ള 2 പല്ലുകൾ പൊട്ടി ഒരാണി കവളത്ത് തുളച്ചു കയറി കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പൊട്ടക്കിണറ്റിൽ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന് കാണാൻ സാധിച്ചു. ഓടിച്ചെന്ന് ആ പൊട്ടക്കിണറ്റിലേക്ക് ചാടിയിറങ്ങി തലകുനിച്ച് പെരടി കാണിച്ചു കൊടുത്തിട്ട് ത്വൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കിങ്ങനെയാ, ഇർകബ് റസൂലേ, കയറൂ, പ്രവാചകരെ എന്റെ മുതുക്കത്ത് ചവിട്ടി കയറൂ, എന്നിട്ട് താങ്കൾ രക്ഷപ്പെടൂ. തിരുദൂതൻ കണ്ണുനീരോടെ ചോദിച്ചു, അൻതയാ ത്വൽഹാ, ത്വൽഹാ നീ എന്ത് ചെയ്യും, നിനക്ക് രക്ഷപ്പെടണ്ടേ? പുഞ്ചിരിയോടെ ത്വൽഹാ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത്, എന്നെയല്ല റസൂലേ അവർക്ക് വേണ്ടത്, താങ്കളെയാ, അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെടണം. ത്വൽഹാന്റെ മുതുക്കത്ത് ചവിട്ടി അള്ളാന്റെ ഹബീബ് മുകളിലേക്ക് കയറി. ഒരു കാലത്ത് നിസാരമായ ഒട്ടകത്തിന്റെ ഇലയുടെ പേരിൽ യുദ്ധം ചെയ്തിരുന്ന ഒരു ജനതയിൽ നിന്ന് സ്വന്തം തോള് കാണിച്ച് രക്ഷപ്പെടാൻ റസൂലുള്ളാഹിക്ക് ആവേശം കൊടുക്കുന്ന മാറ്റത്തിലേക്ക് ആ ജനത മാറിയത് ഞങ്ങളെ ജീവിതം റബ്ബിന് വേണ്ടി എന്ന ഒരു വലിയ ചിന്തയിലേക്ക് അവർ കൊണ്ടുപോയപ്പോയായിരുന്നു. പൊട്ടക്കിണറ്റിൽ നിന്നും മുകളിലേക്ക് കയറുന്ന റസൂലുള്ളാഹിനെ കണ്ട ഉടനെ ശത്രുക്കൾ 4 ഭാഗം വളഞ്ഞു. 4 ഭാഗത്തും ആരാദ്യം തിരുദൂതനെ വെട്ടിത്തുടങ്ങും എന്ന സംശയത്തിൽ ശത്രുക്കൾ നിൽക്കുമ്പോ പൊട്ടക്കിണറ്റിൽ നിന്നും എങ്ങനെയൊക്കെയോ ത്വൽഹാ റളിയല്ലാഹു അൻഹു മുകളിലേക്ക് വലിഞ്ഞു കയറി ഓടിച്ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ആ പിടുത്തത്തിനിടയിൽ തന്നെ 4 ഭാഗത്ത് നിന്നും ശത്രുക്കൾ വെട്ടാൻ തുടങ്ങി. ശത്രുക്കളുടെ വാൾത്തലകൾ സ്വന്തം മുതുകുകൊണ്ട് തടുത്ത് റസൂലുള്ളാഹിന്റെ ശരീരം കാണിച്ചു കൊടുക്കാതെ ത്വൽഹാ റളിയല്ലാഹു അൻഹു ആ കറങ്ങിത്തിരിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ തുടങ്ങി. അവസാനം നിരാശയോടുകൂടി ശത്രുക്കൾ തിരിച്ചു പോകുമ്പോ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്നും ത്വൽഹാ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണു. ഓടി വരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, ത്വൽഹായുടെ ശരീരത്തിൽ എത്ര വെട്ടുകളുണ്ടെന്ന് പരിശോധിക്കണം. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമെടുത്ത് മടിയിൽ കിടത്തി ഓരോ വെട്ടുകളും എണ്ണിത്തീരുമ്പോഴേക്കും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അവസാനം വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, പറ അബൂബക്കർ, എത്ര വെട്ടുകൾ ത്വൽഹാന്റെ ശരീരത്തിലുണ്ട്? പൊട്ടിക്കരഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, 84 പരം വെട്ടുകൾ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുണ്ട്. അതിൽ 14 വെട്ടുകൾ മുൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. പ്രവാചകരെ, വേദന ത്വൽഹയുടെ ശരീരം മടിയിൽ വെച്ച് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ത്വൽഹാ, താങ്കൾക്ക് വേദനിച്ചില്ലായിരുന്നോ? ത്വൽഹാ, താങ്കൾക്ക് മാറണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നോ? ത്വൽഹാ ആ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരു പാട്ടുപാടി എന്ന ചരിത്രത്തിലുള്ളത്. ലഹരി ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്, കൽബി കൽബി ദൂന കൽബിക യാ റസൂലല്ലാഹ്. ഓരോ വെട്ടിന്റെ വാൾത്തലയും ഓരോ ആ മൂർച്ചയുള്ള വാൾത്തലയും എന്റെ മാംസത്തിലേക്കായി നിറങ്ങുമ്പോ എനിക്ക് വേദനിച്ചിരുന്നു റസൂലേ. പക്ഷേ ഞാനെങ്ങാനും മാറിയാൽ ആ ഓരോ വെട്ടുകളും എന്റെ ഹബീബായ പ്രവാചകന്റെ മേനിയിൽ കൊള്ളുമെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് ആ വെട്ടുകളുടെ വേദന എന്റെ കൽബിലേക്ക് എത്തിയിട്ടില്ല നബിയേ. അതുകൊണ്ട് പ്രവാചകരെ, എന്റെ മുതുക് തീരണം. എന്റെ മുതുക്കത്തൊരു വെട്ടിനെങ്കിലും അടയാളമുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളെ ഞാൻ കൊടുക്കൂ എന്ന് ഉറപ്പിച്ചപ്പോഴാ എനിക്ക് ആ വെട്ടുകൾ എനിക്കൊരടയാളമായി തോന്നിയത്. കരയല്ല റസൂലേ, എന്റെ അടയാളം കാണിച്ച് ഞാൻ എന്റെ റബ്ബിനോട് സ്വർഗം ചോദിച്ചു വാങ്ങുമെന്ന് റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് അവസാനത്തെ വാക്കും പറഞ്ഞ് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന ത്വൽഹാ റളിയല്ലാഹു അൻഹു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജാഹിലിയത്തിൽ ലാത്തയുടെ കബറിങ്കിൽ പോയ ത്വൽഹാ, ജാഹിലിയത്തിൽ കൊന്നൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്ന ത്വൽഹാ, ജാഹിലിയത്തിൽ സാംസ്കാരിക അപജയത്തിന്റെ
കൂപ്പുകുത്തിയ തോന്നിവാസത്തിൽ മുഴുകിയിരുന്ന ഒരു ജനതയെ ഈ വിശ്വാസത്തിലേക്ക്, ഈ ആർജവത്തിലേക്ക്, ഈ ഒരു ജീവിത സംസ്കാരത്തിലേക്ക് ലോകത്തിന്റെ റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ പറ്റിയത് ഒരൊറ്റ വാക്കുച്ചരിച്ചതിന്റെ പേരിൽ, ഒരു വാക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ. ജീവിതം പടച്ച റബ്ബിനുള്ളതാ, മടക്കം ആ റബ്ബിന്റെ അരികിലേക്ക് തന്നെയാ. ആ റബ്ബേ ഉണ്ടാകൂ, എന്നെന്നും കാവലായും സംരക്ഷണമായും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എന്ന വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ശക്തമായി പ്രയോഗിച്ചപ്പോഴായിരുന്നു ആ ജനതക്ക് മാറാൻ സാധിച്ചത്. ഇന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ഈ ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളതും, വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാനും വിശ്വാസത്തെ നശിപ്പിക്കാനും പലരും വേഷം കെട്ടിവരും. കാരണം മതം ചിലർക്കൊരു വാണിജ്യമാ, മതം ചില പുരോഹിതന്മാർക്കൊരു സമ്പാദ്യമാ. അവര് തൊള്ളതൊടാത്ത വർത്തമാനങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അന്ന് മക്കയിൽ അടിച്ചു നിരപ്പാക്കിയ കബറുകൾക്ക് പകരം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മത്തെ. ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ്, മംഗലാപുരത്താണ് ആ പ്രവാചകനും അനുയായികളും വരുന്നതെങ്കിൽ മൺവെട്ടി കൈമക്കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ ഈ മാംഗ്ലൂരിലെ സിറ്റിയിലുള്ള ഈ ഓരോരുത്തരോടും പറയുമായിരുന്നു, സർവ കബറുകളും അടിച്ചു നിരപ്പാക്കണമെന്ന്, ഒരു കബറും വിട്ടേച്ചു പോകരുതെന്ന്. കാരണം മനുഷ്യന്റെ ആശകളെയും മനുഷ്യന്റെ വിശ്വാസത്തെയും ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന പുരോഹിത വർഗത്തിന്റെ മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം, ഞങ്ങൾ അല്ലാഹുവിന്റെ കലാമിന്റെ അനുയായികളാ, ഖുർആൻ പഠിച്ചവരാ, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയവരാ. നമ്മളെ പിയപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടി ഖുർആൻ പഠിക്കരുതെന്നും അതിന്റെ പരിഭാഷ പാടില്ലെന്നും ഖുർആൻ ബോർഡുകളിൽ എഴുതാൻ പാടില്ലെന്നും ഈ ഉമ്മത്തിനെ ആ പുരോഹിതന്മാര് പഠിപ്പിക്കാനുള്ള കാരണം നമ്മൾ പഠിച്ചു പോകും എന്ന ഭയപ്പാടുള്ളത് കൊണ്ടാ. പഠിച്ചാൽ, നമ്മൾ ഖുർആൻ പഠിച്ചാൽ, ആവർത്തിച്ചു പറയുന്നു, നമ്മളെ ഒരാൾക്കും നാശത്തിലേക്ക് കൊണ്ടുപോകാനോ നമ്മളെ വിശ്വാസത്തെ തകർക്കാനോ സാധിക്കുകയില്ല. ഖുർആൻ നടത്തിയ വിപ്ലവം വിശ്വാസ രംഗത്തായിരുന്നു. ആ വിപ്ലവമായിരുന്നു ആ ഉമ്മത്തിനെ നന്മയിലേക്ക് നയിച്ചതും അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തതും. കുൻതും ഖൈറ ഉമ്മ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടവരിൽ ഏറ്റവും നല്ല ജനത അതങ്ങയുടെ ഉമ്മത്താണെന്ന് റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മാറ്റത്തിലേക്ക് ആ ജനതയെ മാറ്റാൻ തൗഹീദിന്റെ വാക്കുകൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റെ ജനങ്ങളെ, എന്റെ ഉമ്മത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. ഏതേത് പ്രതിസന്ധിയിലും ആർജവത്തോടെ പറയാൻ പറ്റണം, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദി മിൻ റസുലിഹി വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. നിന്നിലേക്കുള്ള മടക്കം എന്നായാലും നിന്റെ തൃപ്തിയോടെ ഞാൻ അങ്ങ് വരും റബ്ബേ എന്ന് സന്തോഷത്തോടെ പറയാൻ സാധിക്കണം. ആ വിപ്ലവമാണ് ഖുർആൻ ഈ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ വിപ്ലവം. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, കുടുംബരംഗത്ത് ആ വിശുദ്ധ ഖുർആൻ വരുത്തിയ മാറ്റം അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ്. ഇന്ന് പലരും മുസ്ലിം ഉമ്മത്തിനെ ചൂണ്ടിയിട്ട് പറയാറുണ്ട്, ചിന്തിച്ചു നോക്കൂ, ഒരിക്കൽ വൈവാഹിക ബന്ധത്തെ പോലും തിരസ്കരിച്ച് ഏതൊരു ആവേശത്തിലും എന്ത് സന്തോഷത്തിലും ഒരുമിച്ച് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാമെന്ന് ചിന്തിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ന് ഇസ്ലാമിന്റെ പാത തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാ. സന്യാസിവര്യമാണ് ദൈവപ്രീതി എന്ന് പഠിപ്പിച്ച ഹൈന്ദവ ആചാരങ്ങൾ മുതൽ ഒരിക്കലും വിവാഹം കഴിക്കേണ്ടതില്ലെന്നും ലിവിംഗ് ടുഗദറുകൾ മതി എന്നും ഈ ഉമ്മത്തിനെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത യൂറോപ്യന്മാരായ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവസാനം രക്ഷിതാവ് ആരെന്നറിയാത്ത, വാപ്പയാരെന്നറിയാത്ത ആയിരക്കണക്കിന് മക്കൾ അമേരിക്കയിലെ പൊന്തക്കാടുകൾക്കുള്ളിൽ പ്രസവിച്ചു വീണപ്പോ അമേരിക്ക എന്ന ലോകരാഷ്ട്രത്തിന്റെ നേതാക്കന്മാര് തന്റെ ജനതകളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ വിവാഹിതരാവണം, നിങ്ങൾ കല്യാണം കഴിക്കണം, കുടുംബ ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ രാത്രിയും ഓരോ പെണ്ണിനു വേണ്ടി കാത്തുനിന്ന് ഏത് പെണ്ണിനെ കണ്ടാലും അവൾക്ക് വേണ്ടി സമയം ചെലവാക്കി വ്യഭിചാരത്തിന്റെ വേശ്യാലയങ്ങൾ ആസ്വദിച്ചു നടന്നിരുന്ന
മക്കയിലെ ജനതയുടെ ഹൃദയത്തിൽ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. യാ മഅ്ശറ ശബ്ബാബ്, യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കണം. വഅൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും വഇൻ യകൂനു ഫുഖറാ യുഇൻഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ പെണ്ണ് കെട്ടാതിരിക്കരുത്. ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് വിവാഹബന്ധത്തിൽ നിന്നും മാറി നിൽക്കരുത്. വിധവകളെപ്പോലും നിങ്ങൾ വിവാഹം കഴിപ്പിക്കണമെന്ന് ലോകത്തിനോദിക്കൊടുത്തൊരു അള്ളാഹുവിന്റെ വചനമുണ്ടെങ്കിൽ, ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെങ്കിൽ ആർജവത്തോടെ പറയാൻ പറ്റും, അതെന്റെ റബ്ബിന്റെ കലാമാ. ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അക്കങ്ങളിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ലാ തഖ്റബുസ്സിന, വ്യഭിചരിക്കരുത്, വ്യഭിചാരത്തെ നീ സമീപിക്കരുത്. എനിക്കത് നിർത്തലാക്കാൻ പറ്റുന്നില്ല റസൂലേ എന്ന് കണ്ണുനീരോടെ പറഞ്ഞൊരു സഹോദരനോട്, നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ ഉമ്മയാവാം, നിന്റെ പെങ്ങളാവാം, നിന്റെ മകളാവാം എന്ന് തിരിച്ചു ചോദിച്ച് വ്യഭിചാരത്തെ നിരുത്സാഹപ്പെടുത്തി അതൊരു മ്ലേച്ഛതയാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത മതം അള്ളാഹുവിന്റെ ഖുർആനാ. ലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. വൽഅർഹാം, മനുഷ്യരെ കുടുംബം, അല്ലാഹ് തന്ന ബന്ധം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഏത് ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കണം. ഏത് ബന്ധങ്ങളും നിങ്ങൾ ആത്മാർത്ഥതയോടെയാക്കണം. അതുകൊണ്ടാണല്ലോ ആ സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ളൊരു കറുത്ത രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ വാതിലിന് ആരോ വന്നു മുട്ടി. പേടിച്ചരണ്ട് നിൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലേ, നിങ്ങൾ ആ വാതിലൊന്ന് തുറക്കൂ, ആരാന്നറിയാം. വാതിൽ തുറന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതത്തോടെ കാണുന്നത് ഒരല്പ വസ്ത്രം കൊണ്ട് ഔറത്ത് മാത്രം മറച്ച് ശരീരമാസകലം വേർപ്പിൽ കുളിച്ച് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ഒരു നീഗ്രോ വംശജൻ. അത്ഭുതത്തോടെ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആരാ സഹോദരാ നീ? ആ മനുഷ്യൻ റസൂലിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു, അന ബിലാൽ ഇബ്നു റബാഹ, ഞാൻ റബാഹയുടെ മകൻ ബിലാലാണ് നബിയെ. വീണ്ടും ചോദിച്ചു, ബിലാൽ താങ്കൾ ആരാ? എനിക്ക് അങ്ങേ മനസ്സിലായിട്ടില്ല. കണ്ണുനീരോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, മക്കയിലെ പണക്കാരനായ ഉമയ്യത്തിന്റെ, അങ്ങയുടെ ശത്രു ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിലെ ഒരു വില കുറഞ്ഞ അടിമയാണ് ഞാൻ. കേട്ട സെക്കൻഡിൽ വീണ്ടും ചോദിച്ചു, അല്ല ബിലാൽ, താങ്കൾ എന്തിനാ ഈ രാത്രി എന്നെ തേടി വന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് വന്ന് പതുക്കെ റസൂലുള്ളാന്റെ കൈ അങ്ങനെ തൊട്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നവനാ താങ്കൾ എന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങയൊന്ന് കാണണം എന്ന് തോന്നി. അങ്ങനെ വന്നതാ റസൂലേ. സന്തോഷത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിലേക്ക് അണച്ചുകൂട്ടി കെട്ടിപ്പിടിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ പിടുത്തത്തിൽ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹു കൊതറി മാറി. റസൂലുള്ളാഹി അത്ഭുതത്തോട് ചോദിച്ചു, എന്തേ ബിലാൽ, ഞാൻ പിടിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഞാൻ തൊട്ടത് എനിക്ക് ഇഷ്ടായില്ലേ ബിലാൽ? കണ്ണുനീരോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല റസൂലേ, എന്നെ കാണുമ്പോഴേക്കും കുട്ടികൾ കരിങ്കല്ലുകൊണ്ട് എറിയാറാ പതിവ്. എന്റെ നിറം എന്നെ കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പാറാ പതിവ്. എന്റെ നിറം എന്റെ യജമാനൻ ഉമയ്യത്ത് പോലും ഇരുമ്പ് ദണ്ടുകൊണ്ട് എന്റെ മുതുക്കത്ത് തല്ലി ആ വൃണപ്പെട്ട എന്റെ മുതുക് കണ്ട് ചിരിക്കുകയാണ് പതിവ്. ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുമ്പോ, എന്റെ നിറം കൊണ്ടും എന്റെ മുടി കൊണ്ടും അവരെന്നെ കളിയാക്കുമ്പോ, ഒരു ബന്ധവുമില്ലാത്ത താങ്കൾ എന്നെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് എന്റെ ഉമ്മയെ ഓർമ്മ വന്നു റസൂലേ. എന്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ണുനീരോടെ വിതുമ്പിക്കരയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചിലേക്ക് അണച്ചുകൂട്ടി കെട്ടിപ്പിടിച്ചൊരു കവിളത്തുമ്മ കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞിരുട്ടത്തോടുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കി പ്രവാചകനും ഖദീജ ബീവിയും പൊട്ടിക്കരഞ്ഞു. ഇതായിരുന്നു ഇസ്ലാം. ഇതായിരുന്നു അള്ളാന്റെ ഹബീബ് സ്നേഹം. ഇതായിരുന്നു റസൂലുള്ള കാണിച്ചു കൊടുത്ത പരിഗണന. ആ പരിഗണനയിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? മുഖത്തോട് മുഖം നോക്കാൻ മടി, പറഞ്ഞ സ്ഥലം മടക്കാൻ മടി, ഓരോരുത്തരുടെയും കുടുംബത്തിന്റെയും പണത്തിന്റെയും അളവുകോല് നോക്കി തമ്മിൽ ലോക്യം കൂടാനും
അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കാനും നമ്മൾ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി. എത്ര പേരാ പൊരുത്തമില്ലാതെ മരിക്കുന്നത്? എത്ര ആളുകളാ മനസ്സ് വേദനിപ്പിച്ച് ജീവിക്കുന്നത്? എത്ര ആളുകളാ മനസ്സിൽ സങ്കടങ്ങളുമായി പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നത്? പൊരുത്തം വാങ്ങാതെയും പൊരുത്തപ്പെടിക്കാതെയും പടച്ചോന്റെ മണ്ണ് കിടക്കുന്ന പതിനായിരങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയോ? ദുനിയാവിൽ ചെയ്തു പോയത് ഒന്ന് പൊരുത്തപ്പെടിക്കാൻ ഒരവസരം കൂടി ഈ ലോകത്തേക്ക് പടച്ചോൻ നമുക്ക് തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാ ഇന്ന് കബർ കിടക്കുന്ന ഭൂരിപക്ഷം ആളുകളും. ഓരോ കബറിന്റെ ഉള്ളിൽ നിന്നും ചെയ്തു പോയ പാപത്തിന്റെ കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ, മനുഷ്യരെ, ആയുസ്സിലൊരിക്കൽ പോലും ഒരു കബറിന്റെ അരികിലൂടെ പോലും നിങ്ങൾ പോവില്ലായിരുന്നു എന്ന് കണ്ണുനീരോടെ പറഞ്ഞ ലോകത്തെ പ്രവാചകൻ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമുണ്ട്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഭയക്കുന്നുണ്ടെങ്കിൽ, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി, നാളെ റബ്ബിന്റെ ചോദ്യമുള്ള ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, വല്ലർഹാം, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാക്കണം. കുടുംബത്തെ നിങ്ങൾ അല്ലാഹന്റെ സ്വർഗത്തിൽ എത്തിക്കണം. വിശുദ്ധ ഖുർആൻ കൊടുത്തതുപോലെ ഒരു മാതൃക ലോകത്തൊരു മതവും തന്റെ അനുയായികൾക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ പറയാറുണ്ട്, സന്യാസമാണ്, അതല്ലെങ്കിൽ സ്ത്രീകളെ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യമാണ് ദൈവതൃപ്തി എന്ന് പഠിപ്പിക്കുന്ന ഇതര മതങ്ങളും, വിവാഹം പോലും കഴിക്കാതെ ദൈവത്തിന്റെ മണവാട്ടിയാക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മുൻപിലും ആർജവത്തോടെ നമുക്ക് പറയാൻ പറ്റും, കുടുംബ ജീവിതമാണ് മനുഷ്യന്റെ സമാധാനം, കുടുംബ ബന്ധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനം. ആ ബന്ധം പടച്ച റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഏത് ബന്ധങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും. നമ്മളൊരു മകനായാലും ശരി, നമ്മളൊരു വാപ്പയായാലും ശരി, നമ്മളൊരു സഹോദരനായാലും ശരി, നമ്മളൊരു ഭർത്താവാണെങ്കിലും ശരി, നമ്മൾ ഭാര്യയാവട്ടെ, പെങ്ങളാവട്ടെ, മകളാവട്ടെ, അള്ളാഹു നമുക്ക് തന്ന ഏതേത് സ്ഥാനങ്ങളെ കുറിച്ചും നമ്മൾ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു തന്ന ഏത് ബന്ധങ്ങളെയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ ബന്ധങ്ങളെപ്പറ്റി റബ്ബ് ചോദിക്കുമെന്ന ഭയപ്പാടോടുകൂടി നമ്മൾ ആ സ്വഭാവത്തോടെ പെരുമാറാൻ പറ്റണം. നമ്മളൊക്കെ പറയാറുണ്ട്, ഓരോരുത്തരും മരണപ്പെടുമ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ ഉള്ളാള് പള്ളിയിലും മാംഗ്ലൂർ പള്ളിയിലും ആളുകൾ നിറയും. തോളിലെടുക്കുന്ന മയ്യത്ത് 6 അടി മണ്ണ് കൊണ്ടുവച്ച് തസ്ബീത്ത് ചൊല്ലിപ്പോരുമ്പോ ആ മണ്ണിന്റെ അടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ. ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം, ഒരാളൊരു ഉറുപ്പയും കട്ടെടുക്കാതെ ജീവിക്കണം. അതല്ലാതെ കുടുംബത്തിൽ വാശിയും ഈഗോയും കാണിച്ച് ഉള്ള ദേഷ്യവും വാശിയും പ്രകടിപ്പിച്ച് അവസാനം നന്നാവാതെ മണ്ണിന്റെ അടിക്ക് പോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചോന്റെ അടുത്തൊരു രക്ഷയും കിട്ടൂല. എത്ര നമസ്കരിച്ചവരാണെങ്കിലും, എത്ര നോമ്പുവറ്റവരാണെങ്കിലും ബന്ധങ്ങൾ അള്ള ചോദിക്കും. നിന്റെ ഹലാലായ ബന്ധം, ഹറാമായ ബന്ധം നിനക്ക് സംഭവിച്ചിട്ടുണ്ടോ? അതിന്റെ പാപം നീ ഏറ്റെടുക്കേണ്ടി വരും. ഹലാലായ ബന്ധത്തിൽ നിനക്ക് വിള്ളൽ സംഭവിച്ചോ? നീ ഒന്ന് ക്ഷമിച്ചോ? നീ ഒന്ന് സഹിച്ചോ? നീ ഒന്ന് പൊരുത്തപ്പെട്ടോ? ഭൂമിയോളം നീ സഹിച്ചോ? എന്നിട്ടും നിനക്ക് ആ ബന്ധത്തെ നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, വേറും വാശിയും വെച്ച് മരിച്ചുപോയ നിന്റെ ഒരമലും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. അള്ളാഹ്ക്ക് വേണ്ട നിന്റെ അമല് എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാമിക ലോകത്തൊരു ചരിത്രമുണ്ട്. മദീന പള്ളിയിൽ നിന്നും ഒരു ഖുതുബ കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്കിറങ്ങുക. ഉടനെ സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, റസൂലേ, ഒരാൾക്ക് നോമ്പ് കടമുണ്ടെന്ന് കരുതുക, ആ നോമ്പ് പൂർത്തീകരിക്കാതെ അദ്ദേഹം മരണപ്പെട്ടു. ആ നോമ്പിന്റെ പാപം ആ വ്യക്തിക്ക് ഖബറിലേക്ക് കിട്ടാതിരിക്കാൻ അയാൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം? തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ ഫിദിയ കൊടുക്കണം, പകരം ഒരാളെ നിങ്ങൾ നോമ്പ് തുറപ്പിക്കണം. ഉടനെ മറ്റൊരു സഹാബി ചോദിച്ചു, റസൂലേ, എന്റെ ഉമ്മ നേർച്ച ചെയ്തു, ആ നേർച്ച പൂർത്തീകരിക്കാൻ പറ്റാതെ ആ ഉമ്മ മരണപ്പെട്ടു. നേർച്ച കൊടുക്കാൻ ഉമ്മ പറഞ്ഞിരുന്നു, പക്ഷെ നേർച്ച കൊടുത്തത് വീട്ടിയിട്ടില്ല. എന്റെ ഉമ്മാക്ക് ആ ഖബറിൽ അതൊരു കുറ്റമായിട്ടും പാപമായിട്ടും പടച്ചോന്റെ അടുത്ത് ബാധിക്കാതിരിക്കാൻ എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം? ഹബീബായ നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഒന്നുകിൽ 10 സാധുക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് നീ വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ 3 ദിവസം നീ നോമ്പനുഷ്ഠിക്കണം. ഇതിനെന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരടിമയെ നീ മോചിപ്പിക്കണം. എന്നാൽ നേർച്ച ചെയ്തത് വീട്ടാൻ പറ്റാതെ മരിച്ചോയാലും ആ പാപം പടച്ചോൻ എനിക്ക് പുറത്തുതരും. ഉടനെ മറ്റൊരു സ്വഹാബി ചോദിച്ചു, റസൂലേ, എന്റെ മാതാപിതാക്കള് കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈഗോയും വാശിയും മനസ്സിൽ വെച്ച് മുഖത്തോട് മുഖം നോക്കാതെ ഉള്ള കിബറും കാണിച്ച് മരിച്ചു പോയതാ.
ഇടക്ക് നന്നാക്കാനും കുടുംബത്തിൽ യോജിപ്പുണ്ടാക്കാനും പലരും ശ്രമിച്ചു, നന്നായില്ല. അവസാനം ആ വാശിയും ഈഗോയും മനസ്സിൽ വെച്ച് മരിച്ചോ എന്റെ വാപ്പാക്കും ഉമ്മാക്കും. ആ ഖബറിൽ ഒരു സമാധാനം കിട്ടാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം? മുഴുവൻ സഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ മദീന മിമ്പറിൽ വെച്ച് കണ്ണുനീരോടെ തിരുദൂതൻ തലയാട്ടിയിട്ട് പറഞ്ഞു, എന്തേ പറഞ്ഞത്? നിങ്ങൾ വാപ്പാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നല്ല, നിങ്ങൾ ഉമ്മാന്റെ പേരിൽ ഒരു 100 ആക്ക് അരി യത്തീംഖാനക്ക് കൊടുത്താൽ മതി എന്നല്ല, നിങ്ങൾ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഒരു 100 ഹജ്ജ് ചെയ്യണം എന്നല്ല. ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, ലാ യമീന, ഒരു ഫിദിയയില്ല, ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ച് അലോഗ്യപ്പെട്ട മനസ്സും വാശി കാണിക്കുന്ന ഹൃദയവുമായി അള്ളാന്റെ അരികിലേക്ക് തിരിച്ചു പോയവർക്ക് ഈ ലോകത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ച വ്യക്തികൾക്ക് ഒരു ഫിദിയയുമില്ല, ഒരു ഫിദിയയും കിട്ടില്ല. എന്ത് ചെയ്തു കൊടുത്താലും അവരുടെ ആ പാപം നീങ്ങിപ്പോകുന്നില്ല. ആ കുടുംബ ബന്ധത്തെ പറ്റി അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ അവർക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, അവരുടെ നമസ്കാരം പടച്ചോൻ പരിഗണിക്കണമെങ്കിൽ, അവരുടെ നോമ്പല്ല പരിഗണിക്കണമെങ്കിൽ, അവരുടെ ഇബാദത്തിന്റെ കൂലി അല്ല അവർക്ക് കൊടുക്കണമെങ്കിൽ, ആദ്യം റബ്ബ് പറയും, നീ കാരണം വേദനിച്ച മനസ്സുകളുണ്ടവിടെ, നീ കാരണം കണ്ണു നിറഞ്ഞ കണ്ണുകളുണ്ടവിടെ, നീ കാരണം നെഞ്ചു പൊട്ടി ജീവിച്ചിര 100 കണക്കിന് മനുഷ്യരുണ്ടവിടെ. ഓരോരുത്തരുടെ കൽബിലുമുള്ള വേദനയും നിന്റെ നാവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ മനസ്സിലുണ്ടാക്കിയ മുറിവും പൊരുത്തമായിട്ടും സങ്കടങ്ങൾ നീക്കിയിട്ടും നിനക്കത് പരിഹരിക്കാൻ പറ്റാത്ത കാലത്തോളം നിന്റെ നിസ്കാരമോ നിന്റെ നോമ്പോ നിന്റെ ഇബാദത്തുകളോ ലൻ യുഖ്ബലുല്ലാഹ്, പടച്ചോന്റെ അടുത്തേക്ക് എത്തില്ല, അള്ളാഹ്ക്ക് വേണ്ട എന്ന് പടച്ചോൻ അവനോട് പറയും. ആ വാക്ക് കേട്ടിട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിക്കരഞ്ഞു ചോദിച്ചത്, അള്ളാഹുവിന്റെ തിരുദൂതരെ, നാളെ റബ്ബിന്റെ മഹ്ശറയിൽ ചെല്ലുമ്പോ പടച്ച റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എന്തുത്തരമാണ് റസൂലേ എന്ന് ചോദിച്ചപ്പം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളത്ത് തട്ടിയിട്ട് റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ഉമറേ, അള്ളാന്റെ മഹ്ശറയിൽ ഞാൻ മുഹമ്മദും നീ ഉമറുമായിരിക്കും. പരിഗണനയും പദവിയും അള്ളാഹുവിന്റെ ദുനിയാവിലേയുള്ളൂ. ഒറ്റക്കൊറ്റക്ക് വിചാരണ കൂട്ടുന്ന അള്ളാഹുവിന്റെ ഹശർ എന്ന മൈതാനിയിൽ പടച്ച റബ്ബ് എന്നെ വിചാരണക്ക് വിളിക്കുമ്പോ എന്റെ വാക്കുകൊണ്ട് മുറിഞ്ഞ മനസ്സിന്റെ ഉടമകൾ മറുഭാഗത്തുണ്ട് എങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നന്നാക്കണം, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ നന്നാക്കണം. ഇന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മകനെന്ന നിലക്ക് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. ഒരു മകനെന്ന നിലക്ക് നമ്മൾ അള്ളാന്റെ ചോദ്യത്തിൽ രക്ഷപ്പെടുവോ? കാരണം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരില്ല. 5ഉം 6ഉം മക്കളെ നോക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കോ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇന്ന് ഒരു ഉമ്മനെ നോക്കാൻ 5 മക്കൾക്കും കൂടി പറ്റണില്ല. ഒരു വാപ്പനെ നോക്കാൻ മക്കൾക്ക് പറ്റണില്ല. 4 ചുമരുകൾക്കുള്ളിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്ന 100 കണക്കിന് മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് ആ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട്, തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. എത്രയെത്ര രാത്രികളിലാ ഉറക്കമുപേക്ഷിച്ചുകൊണ്ട് ഒരു ഉമ്മ കുഞ്ഞിനു വേണ്ടി താരാട്ട് പാടിയത്. എത്രയെത്ര വേദനകളും സങ്കടങ്ങളുമാ ഒരു ഉമ്മ ആ ഉമ്മയുടെ ജീവിതകാലത്ത് അനുഭവിച്ചത്. മലമൂത്ര വിസർജനം നടത്തി ആ നനവിൽ കിടന്ന് കുഞ്ഞിനെ മാറ്റിക്കടത്തി അവസാനം തോളിലിട്ട് ഒരു ഉമ്മയുടെ തോളായിരുന്നു, ഒരു ഉമ്മയുടെ മാറായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം, ഒരു വാപ്പാന്റെ ചുമലായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം. 1000 തവണ ഏങ്ങി കരഞ്ഞിട്ടും അണച്ചു കൂട്ടിപ്പിടിച്ച് ഹസ്ബി റബ്ബി സല്ലല്ലാ, മകന്റെ ചെവികളിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ ഓതിക്കൊടുത്ത് ഓരോ സെക്കൻഡും മക്കൾക്കായി ജീവിച്ചിരുന്ന വാപ്പ ഈ ഭൂമിക്ക് താഴെ എന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാലോചിച്ച് വെപ്രാളപ്പെട്ടിരുന്നൊരു വാപ്പ. പോക്കറ്റ് നിറയെ പണമുണ്ടെങ്കിലും ആ പണം കൊണ്ട് സ്വന്തമായിട്ട് സ്വപ്നം കാണാത്ത വാപ്പ മക്കൾക്ക് വേണ്ടി സ്വന്തം നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമൃതായി ചൊരത്തുന്ന പാല് മകന്റെ വായകളിലേക്ക് കൊടുക്കുമ്പോ ആനന്ദം കൊണ്ട് കരഞ്ഞിരുന്നൊരു ഉമ്മ. ആ ഉമ്മയെ കാണാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഉമ്മയെ കാണാതാകുമ്പോഴേക്കും ആ ഉമ്മാന്റെ തോളത്തേക്ക് എത്താത്തതിന്റെ പേരിൽ ഒരു
ഒരുപാട് തവണ നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഇന്നാ ഉമ്മയെ കാണാൻ നമുക്ക് നേരമില്ലെങ്കിൽ, വാപ്പയെ കാണാൻ നമ്മളെ നേരം നോക്കണമെങ്കിൽ, ഒന്നുമ്മാനോട് സംസാരിക്കാൻ നമ്മളെ തിരക്ക് നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചോ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓടിക്കൊടുന്ന ഒരു ആയത്ത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ. നീ അറിഞ്ഞോ, നിന്റെ സൃഷ്ടാവും നിന്റെ പ്രവാചകനും കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉത്തരവാദി നിന്റെ മാതാപിതാക്കളാ. നീയാവാൻ വേണ്ടി ത്യാഗം സഹിച്ചവർ, അവര് കൊണ്ട് വെയിലിന് കണക്കില്ല, വാപ്പ ഒഴുക്കിയ വേർപ്പിന് കണക്കില്ല, ഉമ്മ ഉറക്കമൊഴിഞ്ഞുറക്കിന് കണക്കില്ല. ആ കണക്ക് നോക്കാതെ നിനക്ക് വേണ്ടി അവര് ജീവൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ നിനക്ക് നടക്കാനാവാത്ത പോലെ നിന്റെ വാപ്പക്കും ഉമ്മക്കും നടക്കാനാവാത്തൊരു കാലം വരും. ചെറുപ്പത്തിൽ നിന്റെ ഭക്ഷണം വായിൽ നിന്ന് ഒലിച്ചു ചാടുന്നത് പോലെ നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ വായിൽ നിന്ന് ഭക്ഷണം പുറത്തേക്ക് ചാടും. ചെറുപ്പത്തിൽ നിന്റെ തുപ്പലുകൾ ഉമിനീരായി പുറത്തേക്ക് ഒഴുകുന്നത് പോലെ വാപ്പ നീട്ടിത്തുപ്പുമ്പം വാപ്പാന്റെ ചെണ്ടിന്റെ അരികിലൂടെ പുറത്തേക്ക് ഒലിച്ചു വരും. നിന്റെ വാപ്പ നിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. 10-20 കൊല്ലം നിന്നെ തോളിലെടുത്തവർ, നിന്റെ ഭക്ഷണം കണ്ടവർ, നിന്റെ പുഞ്ചിരിക്കായി ആഗ്രഹിച്ചവർ, 26-ാമത്തെ വയസ്സിൽ മറ്റൊരു പെണ്ണിന്റെ കയ്യിലേക്ക് നീ എത്തുന്നത് വരെ നിനക്കായി സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചവർ, നിന്റെ മരണം വരെ നിന്റെ ആയുസ്സിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവർ, ആ മാതാപിതാക്കളെ, നിന്റെ വാപ്പയെ, നിന്റെ ഉമ്മയെ മനസ്സൊന്ന് വേദനിപ്പിച്ചിട്ടാണ് നീ ഈ ലോകത്ത് നിന്നും തിരിച്ചയച്ചതെങ്കിൽ വലാത്ത കുല്ലഹുമാ ഉഫിൻ വലാത്തൻ ഒരു കയർത്ത വർത്തമാനം, എന്നൊരു മുഖഭാവം നിന്റെ ആ മാതാപിതാക്കളോട് നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ, ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നോക്കുന്ന ആദ്യത്തെ കണക്ക് നിന്റെ മാതാവിന്റെ കണ്ണിലെ കണ്ണുനീർ തുള്ളികളെ നിനക്ക് നിന്റെ തീയായി കാണാം. ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആളിക്കത്തുന്ന തീജ്വാലകൾ നിനക്ക് കെടുത്താനായിട്ടില്ല എങ്കിൽ നീ അറിഞ്ഞോ, തീർച്ചയായും റബ്ബിന്റെ മുൻപിൽ നിനക്കോരോരുത്തർക്കുമായി അള്ളാഹു പകരം തരും, അതിനേക്കാളും കൂടുതൽ ഇരട്ടി എന്ന് പഠിപ്പിച്ച ഏകമതം. അതുകൊണ്ടാ ലോകത്തിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്നും ഉലമാക്കൾ രേഖപ്പെടുത്തിയതും നിങ്ങൾ അള്ളാഹുവിനെ തേടേണ്ടത് പള്ളിയുടെ മിനാരങ്ങളിലല്ല, നിങ്ങൾ അള്ളാഹുവിനെ തേടേണ്ടത് കാബാലയത്തിങ്കലല്ല, നിങ്ങൾ അള്ളാഹുവിനെ തേടേണ്ടത് മുസല്ലയിലല്ല, നിങ്ങൾ അള്ളാഹുവിനെ തേടേണ്ടത് 10,000ന്റെ നോട്ടുകെട്ടുകളുടെ ദാനധർമ്മത്തിലല്ല, ഒരു ഉമ്മാന്റെ പുഞ്ചിരിയിലാണ് നിങ്ങൾ അള്ളാഹിനെ തേടേണ്ടത്. ഒരു വാപ്പാന്റെ സന്തോഷത്തിന്റെ നെടുവീർപ്പിലാണ് നിങ്ങൾ അള്ളാഹിനെ തേടേണ്ടത്. അത് ലോകത്തെ പഠിപ്പിച്ച ഏകമതം പടച്ച റബ്ബിന്റെ വിശുദ്ധ ഖുർആനിന്റെ മതം അള്ളാന്റെ ദീനാ. അള്ളാന്റെ ദീനാ. വേറേത് മതങ്ങളായി ഇത് പഠിപ്പിച്ച്, വേറേത് മതങ്ങളായി ഇത് ലോകത്തോട് സംസാരിച്ച്? മക്കളോട് കാണിക്കേണ്ട മര്യാദ പോലും ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ മതമാ. ആ ഖുർആനിക വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും. സമയത്തിന്റെ പരിമിതിയുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേത് ഘട്ടങ്ങളിൽ, ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളി ലഹരിയുടെ അതിപ്രസരമാ. ശരിയാ. കാരണം ചുണ്ടിലെരിയുന്ന സിഗരറ്റും മൂക്കിലേക്ക് വലിക്കലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും, അതല്ലെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത തർക്കുത്തരത്തിന്റെ ഹീറോയിസവും, പടപടാ പൊട്ടുന്ന ബൈക്കുകളിൽ പാറിപ്പറന്ന മുടിയും പറപ്പിച്ച് ആരാന്റെ മക്കളെ കമന്റടിച്ച് ജീവിക്കലാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുന്നൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. വിവാഹമേ വേണ്ട, കല്യാണം കഴിക്കലൊക്കെ പഴഞ്ചന, അതുകൊണ്ട് ഞങ്ങൾക്ക് ലിവിങ് ടുഗദറുകൾ മതി, ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കട്ടെ, അതുകൊണ്ട് പ്രസവിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്, വിവാഹത്തിന് ഞങ്ങൾ താല്പര്യരല്ല, മറിച്ച് അതിനുള്ള ആവേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നെരിയാണിക്ക് മേലെ ജീൻസ് ഉടുത്ത് ഇടത്തേക്കാലിൽ കണങ്കാലിൽ ചരടും കെട്ടി ചുണ്ടും കണ്ണും ചുവപ്പിച്ചിറങ്ങുന്ന പെൺമക്കൾക്കും തോന്നി ദുനിയാവിന്റെ ജീവിതം ആഘോഷിച്ചു തീർക്കാനുള്ളതാണ്. അങ്ങനെ വന്നതാ ലഹരി, അങ്ങനെ വന്നതാ ലിബറലിസം. ആ ലിബറലിസമാ ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് രംഗത്തും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ലഹരിയുടെ കുത്തൊഴുക്കിൽ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്,
യാ അയ്യുഹല്ലദീന ആമനു, മദീന പള്ളിയിൽ ലോകത്തിന്റെ റസൂലുള്ള എന്നൊക്കെ ഇമാമ് നിന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ആയത്തോതുന്ന സമയത്ത് പിൻഭാഗത്തു നിന്നും സഹാബത്ത് ബോധം കെട്ടുകയും ബോധം തെളിഞ്ഞ സഹാബത്തിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, സഹാബാക്കളെ പട്ടിണിയാണോ നിങ്ങളെ ബോധം കെടുത്തിയത്? അവര് പറയും, അല്ല റസൂലേ, പിന്നെന്തേ? അവര് കണ്ണുനീരോടെ പറഞ്ഞു, റസൂലേ, നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചകം പൊള്ളി, ഹൃദയം പെടഞ്ഞു റസൂലേ. ആ ആയത്ത് ഞങ്ങളെ കരയിപ്പിച്ചു പ്രവാചക. ഏതാ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഒരു ജാറത്തിങ്കലും ചെന്ന് പ്രാർത്ഥിക്കാത്ത മുഅ്മിനീങ്ങളെ, ഒരു മഖബറയിലും ചെന്ന് സഹായം തേടാത്ത മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിനെ കലാമായിട്ട് അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളെ, റബ്ബിന്റെ കഅബാലയം തവാഫ് ചെയ്ത മുഅ്മിനീങ്ങളെ, 114 സൂറത്തുകൾ ഖതമുകൾ ഓതി തീർക്കുന്ന മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ. ഞാൻ ഖുർആൻ പഠിതാവാ, ഞാൻ അതിന്റെ ആളാ, ഞാൻ അതിന്റെ ഒരു ഭാഗ, ഞാനത് പരീക്ഷ എഴുതുന്നവനാ, ഞാനത് പഠിക്കാറുണ്ട്, ഞാനും എന്റെ പെണ്ണുങ്ങളും ഇരിക്കാറുണ്ട്, ഞങ്ങളത് മത്സരിച്ച് പഠിച്ചെഴുതാറുണ്ട്. പോരാ, ഞങ്ങൾ ജമാഅത്തിന് പോകാറുണ്ട്, മക്കൾ വിളിച്ചാ എഴുന്നേൽക്കാറില്ല. പോരാ, ഞങ്ങൾ ഖുർആൻ ഓതാറുണ്ട്, മക്കൾ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടില്ല. പോരാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്റെ മക്കളെയും നീ കൂടെ കൂട്ടിക്കോ. അല്ലാഹുവിന്റെ മഹ്ശറയിൽ പടച്ച റബ്ബ് കുടുംബത്തെ പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ടാ, ദീനീ ബന്ധം കൊണ്ടാ. അതുകൊണ്ടാ നൂഹ് നബിയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് വെള്ളത്തിന്റെ താഴേക്ക് താഴുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ പടച്ച റബ്ബിനോട് പറഞ്ഞൊരു വാക്കില്ലേ, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഇബ്നീ മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബമാ റബ്ബേ, എന്റെ ചോരയാ റബ്ബേ, എന്റെ വീട്ടിൽ താമസിച്ചവനാ റബ്ബേ, ഞാൻ ചെലവിന് കൊടുത്തു വളർത്തിയവനാ റബ്ബേ. അതുകൊണ്ട് റബ്ബേ, എന്റെ മകനെ നീ എനിക്ക് രക്ഷപ്പെടുത്തിത്താ. എന്റെ മകൻ വെള്ളം കുടിച്ചു മരിക്കാറായിട്ടുണ്ട്. വാനലോകത്ത് നിന്നും പടച്ച റബ്ബ് തിരിച്ചു പറഞ്ഞതെന്താ? ഇല്ല നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. നിന്റെ കുടുംബത്തിൽ പെടണോ? നീ വിശ്വസിച്ച വിശ്വാസത്തിൽ അവൻ ഉണ്ടാകണം, നീ പഠിച്ച ഖുർആനിൽ അവൻ ഉണ്ടാകണം, നീ പോകുന്ന പള്ളിയിൽ അവൻ ഉണ്ടാകണം, നീ നിൽക്കുന്ന സഫിൽ അവൻ ഉണ്ടാകണം, നീ ഓതുന്ന ഖുർആനിക ഓത്തിന്റെ ഭാഗത്ത് അത് കേൾക്കാനും പാരായണം ചെയ്യാനും അവൻ ഉണ്ടാകണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്റെ കുടുംബത്തെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ. ഒരു വാപ്പാന്റെ കരച്ചിലിനും ആ നരകത്തിയിൽ നിന്ന് കാക്കാനാവാത്ത റബ്ബിന്റെ മഹ്ശറാ ലോകം, അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കഠിനരും ശക്തരുമായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് ഒരു കരച്ചിലിനും നിന്നെ രക്ഷപ്പെടുത്താനാവില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നീ നരകത്തിൽ നിന്നും കാത്തുരക്ഷിച്ചോ. ലോകത്തെ വിശുദ്ധ ഖുർആൻ കൊടുക്കുന്നൊരു മാതൃകയത്. മക്കൾക്ക് വേണ്ടി സ്വർഗം കണ്ടെത്തുന്ന മാതാപിതാക്കളാവണമെന്ന്, അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി ദുനിയാവ് സമ്പാദിച്ചു പോണമെന്ന് ഖുർആനിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഉണ്ടോ? ഇന്ന് ചില രക്ഷിതാക്കൾ പറയും, എന്തൊക്കെയാപ്പ സമ്പാദ്യങ്ങള്. ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയുന്നത് കാണാം, 4 മക്കളെയും പഠിപ്പിച്ചു, 4ആക്കും ജോലിയായി, പൊരണ്ടാക്കി, കാറ് വാങ്ങി. അൽ മാലു വൽ ബനൂന സീനത്തൽ ഹയാത്ത് ദുനിയ, അതൊരു അലങ്കാരം മാത്ര. ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രാണ് മക്കളും പൈസയൊക്കെ. ഞാൻ വന്നപ്പം ഈ മണ്ണുവിടണ്ട്, ഞാൻ പോകുമ്പോഴും മണ്ണുവിട ഉണ്ടാകും. ഞാൻ വന്നപ്പം ഈ മണ്ണും മണ്ണിന്റെ മേലുള്ളതും ഇവിടെ ഉണ്ടാകും. തിരിച്ചു പോകുമ്പം ചിലതൊക്കെ ഇവിടെ ഉണ്ടാകും, ചിലതൊക്കെ മണ്ണായി പോയിട്ടുണ്ടാകും. ഒന്നും കൊണ്ടുവരാത്ത ഞാൻ തിരിച്ചൊന്നും കൊണ്ടുപോകാതെ 3 വള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചു പോകുമ്പോ അള്ളാന്റെ ദുനിയാവിനെ വെട്ടിപ്പിടിച്ച കണക്കൊന്നും പടച്ചോനോട് പറയാനുണ്ടാവില്ല. കാരണം ദുനിയാവ് പടച്ചോന്റെതാ, അത് അള്ള കൊണ്ടുനടക്കും. നമ്മളേന്ന് പോയാലും പടച്ചോൻ കൊണ്ടുനടക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുത്തോ. ആ മക്കളെ പഠിപ്പിക്കണം, ദീനീ ചിട്ടയിൽ ദീൻ അറിയിച്ചു കൊടുക്കണം, ഖുർആനിന്റെ ആളുകളാക്കണം, പ്രേരിപ്പിക്കണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മക്കളെ ദീനിന്റെ ഒരു വെളിച്ചത്തിലേക്ക് കൈപിടിച്ച ഒരിക്കലും അവർക്ക് പഴച്ചു പോകാനുള്ള അവസരം ഉണ്ടാവില്ല. അവരിതിന്റെ ഒക്കെ ഒരു ഭാഗാവട്ടെ, ഇതിന്റെ വിദ്യാർത്ഥി വിഭാഗാവട്ടെ.
ഖുറാനിന്റെ വക്താക്കളാവട്ടെ, ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് 4 ബുക്കുമായിട്ട് 4 ചെറുപ്പക്കാർ കയറി വരുമ്പം അവന്റെ ഐഡന്റിറ്റി അവൻ ഈ സമൂഹത്തിന്റെ നന്മയിലേക്ക് നയിക്കുന്നവനെന്നാ. അതുകൊണ്ട് തന്നെ ഏതൊരു സദസ്സിലെത്തുമ്പോഴും അവൻ ആ മര്യാദക്കാരനാവും. അതിനു പകരം ഇപ്പോഴും ഈ പരിപാടി പങ്കെടുക്കാതെ 15 സെക്കൻഡിന്റെ റീലുമ തോണ്ടിയിരിക്കുന്ന ഒരു മകൻ നിങ്ങളെ പുരയിലുണ്ടെങ്കിൽ ആ മകന്റെ ഏറ്റവും വലിയ പരീക്ഷണ വാപ്പയായ നമ്മള് അതവർ ഇവിടെ വെച്ച് പറയൂല, അള്ളാഹിനോട് പറയും, റബ്ബേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ, ഈ വാപ്പന്റെ ഇമ്മന്റെയും മക്കളായി ജനിക്കേണ്ടി വന്നതാ. ദീനിന്റെ കാര്യത്തിൽ കൈപിടിക്കാത്ത, ദീനിന്റെ കാര്യത്തിൽ കൂടെ കൊണ്ടുപോകാത്ത, ഗുണദോഷിക്കാത്തൊരു വാപ്പനെയും ഇമ്മനെയും തന്നിട്ടാ റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിച്ചത് എന്ന് മാതാപിതാക്കളെ മുൻനിർത്തി പടച്ച റബ്ബിനോട് മക്കൾ പരാതി പറയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അള്ളാന്റെ സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റണം. അതാ സമ്പാദ്യം, അതാ മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന സമ്പാദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠനം അത് കേവലം ഒരു മത്സരത്തിനോ ഒരു സമ്മാനത്തിന് വേണ്ടിയോ അല്ല, ജീവിതത്തിന്റെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാ, ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടിയാ. ഒരു പക്ഷേ നമ്മൾ നേടിയെടുക്കുന്ന ഒരു അറിവ് മതി നമ്മളെ കുടുംബത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ വരുത്താൻ. ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടാൻ നമ്മളെ അറിവ് കാരണമായിട്ടുണ്ട് എങ്കിൽ, സ്വന്തം ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന കറകൾ നമ്മളെ അറിവ് നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാരെക്കാൾ നമ്മളാണ് ധനികർ, നമ്മളാണ് ഏറ്റവും ഉന്നതർ. ആ തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ്. ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഖുർആൻ പഠിതാക്കളുടെ സംഗമവും അവാർഡ് ദാനവും ഇവിടെ അവസാനിക്കുന്നതല്ല. ഇനിയും പഠിക്കാൻ, ചോദിച്ചു വാങ്ങിക്കൊണ്ടുപോയി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ എന്നതിനേക്കാൾ എന്റെ ജീവിതമാകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് തയ്യാറെടുപ്പ് നടത്താനാ എന്ന ബോധത്തോടുകൂടി ആ ബുക്കുകൾ നിങ്ങൾ കൈപ്പറ്റണം. എന്നിട്ടിരിക്കണം, മക്കളെയും കുടുംബത്തെയും ഒരുമിപ്പിച്ചിരുത്തണം. അരമണിക്കൂറെങ്കിലും, അത്രേ ഉള്ളൂ. 24 മണിക്കൂറിൽ 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയാലും ബാക്കി 17 മണിക്കൂറിൽ 16.5 മണിക്കൂറും നിങ്ങൾ ദുനിയാവിനോടിക്കോ. അരമണിക്കൂറെങ്കിലും അള്ളാന്റെ കലാമിന് വേണ്ടി മാറ്റിവെച്ചോ. അല്ലെങ്കിൽ തോളിലെടുത്തവർ 6 അടി മണ്ണിൽ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോ ആ കബറിന്റെ ഇരുട്ടറയിൽ ചാരിയിരിക്കപ്പെട്ട കബറിന്റെ ഭിത്തികളിൽ പടച്ചോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മഹാദൽ കിതാബ്, ഈ കിതാബിനെ പറ്റി നിനക്കറിയുമോ എന്ന്. സൂറത്തുൽ അൻകബൂത്ത് എന്ന ചിലന്തിയുടെ അധ്യായം, സൂറത്തുൽ നംൽ എന്ന ഉറുമ്പിന്റെ അധ്യായം, സൂറത്തുൽ നഹ്ൽ എന്ന തേനീച്ചയുടെ അധ്യായം, സൂറത്തുൽ ബഖറ എന്ന പശുവിന്റെ അധ്യായം, ഇങ്ങനെ 114 സൂറത്തുകളിലായി പരന്നു കിടക്കുന്ന ആ സൂറത്തുകളെ പറ്റി പടച്ചോൻ ചോദിക്കുമ്പോ, റബ്ബേ എനിക്ക് രാഷ്ട്രീയമായിരുന്നു വശം, റബ്ബേ എനിക്ക് സിനിമയായിരുന്നു വശം, റബ്ബേ എനിക്ക് കുടുംബത്തിലെ നിറം പിടിപ്പിച്ച തോന്നിയാസ കഥകളായിരുന്നു രസം, റബ്ബേ 15 സെക്കൻഡിന്റെ റീലുകളായിരുന്നു എന്റെ ഹരം എന്ന് പറയാൻ പറ്റാത്തൊരു ഇരുട്ടറ, ഒരു പള്ളിക്കാട്ടിലെ 6 അടി മണ്ണ് എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. അതില്ലാതിരിക്കണമെങ്കിൽ ഖുർആനിന്റെ പഠിതാക്കളാവണം. ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റണം, ഈ കലാം എന്റെ ഹൃദയത്തിലുണ്ടെന്ന്, ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. പർവ്വതങ്ങളെപ്പോലും പിളംബരം ചെയ്യുന്ന, പിളർത്തിക്കളയുന്ന ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായിയാണ് ഞാനെന്ന് ഈ സമൂഹത്തിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഞാനെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്ന് മൈലുകൾക്കിപ്പുറം വന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല, നിങ്ങളോടൊന്നും വാങ്ങിയത് കൊണ്ടല്ല, ഒരൊറ്റ ലക്ഷ്യം മാത്രം, ഹാദൽ കിതാബ്, ഹാദൽ ഖുർആൻ, ഈ വചനം എന്റെ മനസ്സിലുണ്ട്, ഇത് പഠിക്കാൻ എനിക്ക് പ്രേരണ തന്നൊരു വിശ്വാസമുണ്ട്. നാളെ എന്റെ കൽബിലും എന്റെ നാവുകളിലൂടെയും ഉതിർന്നു വീണ വാക്കുകളെ പറ്റി റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കുത്തരമുണ്ടാകണം. അന്ന് ഞാൻ പറയും, റബ്ബേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലേൺ ദി ഖുർആനിന്റെ വക്താക്കളെ മുൻനിർത്തിയിട്ട് ഇവർക്കും വേണ്ടി കൂടിയിട്ട് നമ്മൾ പറയും, അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷിയാ റബ്ബേ, നീ സാക്ഷിയാ റബ്ബേ. ഈ ആളുകൾക്ക് ഞങ്ങൾ അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വായിക്കണേ, പഠിക്കണേ, ഒരു ഉംറയേക്കാൾ അപ്പുറം, സമ്മാനങ്ങളെക്കാൾ അപ്പുറം വായിക്കണേ, പഠിക്കണേ, കബറുകൾ വിശാലമാകണേ, ചോദ്യങ്ങൾക്ക് മുൻപിൽ മുട്ടിടിക്കാതെ ഉത്തരം പറയാൻ ഇതിന്റെ ആളുകളാവണേ എന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. നാളെ നിന്റെ മുൻപിൽ വെച്ച് ഇവരില്ല എന്ന് പറഞ്ഞാൽ നീ സാക്ഷിയാ റബ്ബേ. അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷിയാ റബ്ബേ. ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യില
പഠിക്കണോ വേണ്ടയോ? ഈ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ അങ്ങനെ അങ്ങ് പോണോ? അല്ലെങ്കിൽ കബറിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കണോ? മക്കൾക്ക് വേണ്ടി ആയുസിന്റെ ഭൂരിഭാഗവും ചോര നീരാക്കണോ? മക്കളെ കൊണ്ട് ആഖിറത്തിലേക്ക് ഗുണമുണ്ടാക്കണോ? ചിന്തിക്കണം. പടിക്കെട്ടുകൾ ഇറങ്ങി നടക്കുമ്പോ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ ക്ലാസും ഈ സമ്മേളനവും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റത്തിനാണോ തിരിച്ചറിവിനാണോ? കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് വെറും മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ ഇനിയും ജീവിക്കാനാണോ? ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇമ്മ ഷാക്കിറൻ വൈമ്മ കഫൂറ, ഒന്നെങ്കിൽ നന്ദിയുള്ളവനാകണം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാവണം. ഈ രണ്ട് വഴിയേയുള്ളൂ. ഇതിലേത് വഴിയാണെന്ന് ഇന്ന് നമ്മൾ തീരുമാനിക്കുമ്പോ ആ നിയ്യത്തിനനുസരിച്ച് റബ്ബ് വഴി എളുപ്പമാക്കി തരും. ആ തിരിച്ചറിവോടുകൂടി റബ്ബിന്റെ ദീനിന്റെ വക്താക്കളാവാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആനിന്റെ പഠിതാവാകാനും ആ അറിവ് ദുനിയാവിലും ആഖിറത്തിലും നിന്റെ രക്ഷയ്ക്ക് എന്റെ ഖബറിന്റെ നന്മക്കായി ഉപയോഗിക്കുന്ന നല്ല മുഅ്മിനീങ്ങളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.